ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ആറ്റംസ് എന്ന ചാപ്റ്റർ ആണ്. ആറ്റംസ് ചെറിയ ചാപ്റ്റർ ആണ്, എന്നാൽ നമുക്ക് ഇതിന്ന് ക്വസ്റ്റ്യൻ കൺഫേം ആണ്. 4 മാർക്ക് എന്തായാലും കൺഫേം ആണ്. 8 മാർക്ക് വരെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അടുത്ത ലെസ് ദാൻ 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അത്രയും 4 അല്ലെങ്കിൽ 8 മാർക്ക് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്ന് മാർക്ക് കൺഫേം ആണ്. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് നമ്മൾ 4-8 മാർക്ക് നമ്മൾ കൺഫേം ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് എന്ത്? ഒന്ന് തോംസൺസ് മോഡൽ, അതുപോലെ തന്നെ റുദർഫോർഡ് ആറ്റം മോഡൽ. ഈ 2 ആറ്റം മോഡൽ, ആദ്യത്തെ ആറ്റം മോഡലാണ് ഇത് തോംസൺസ് ആറ്റം മോഡൽ എന്ന് പറയുന്നത്. തോംസൺസ് ആറ്റം മോഡലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലം പുഡിംഗ് മോഡൽ എന്ന് വിളിക്കുന്നത് അല്ലേ? എന്താ പ്ലം പുഡിംഗ് മോഡൽ? അല്ലെങ്കിൽ സീഡ്സ് ഇൻ വാട്ടർമെലൺ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ വാട്ടർമെലണിൽ സീഡ്സ് ഉള്ള പോലെ ആണ് ഇതില് പിന്നെ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആണ്, പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റ്. അപ്പോൾ ഒരു പുഡിംഗ് അത് കംപ്ലീറ്റ് ആണ്, അത് നമ്മുടെ പോസിറ്റീവ് ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് മോഡലാണ്. പക്ഷെ ആ മോഡലിലുള്ള ഫെയിലിയർ ഒക്കെ വന്ന് പിന്നെയാണ് ആര് വരുന്നത്? റുദർഫോർഡ് ആറ്റം മോഡൽ വരുന്നത്. റുദർഫോർഡ് ആറ്റം മോഡലിനെ നമ്മൾ എന്താ വിളിക്കുക? ന്യൂക്ലിയർ മോഡൽ എന്ന് വിളിക്കും അല്ലെ? കാരണം ന്യൂക്ലിയസ് എന്നുള്ള കോൺസെപ്റ്റ് ആരാണ് കൊണ്ടുവരുന്നത്? റുദർഫോർഡ് ആണ് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഈ മോഡലിനെ നമ്മൾ എന്തും പറയാറുണ്ട്? പ്ലാനറ്ററി മോഡൽ എന്ന് വിളിക്കലുണ്ട്. കാരണം എന്താ? സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന പോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. സിമ്പിൾ കാര്യം. അപ്പൊ ഇതാണ് റുദർഫോർഡ് ആറ്റം മോഡൽ. റുദർഫോർഡ് ആറ്റം മോഡലിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്? ന്യൂക്ലിയസ് എന്നുള്ള ആശയം കൊണ്ടുവന്നത് ആരാണ്? റുദർഫോർഡ് ആണ്. അതുകൊണ്ടാണ് അതിനെ ന്യൂക്ലിയർ മോഡൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി റുദർഫോർഡ് ആറ്റം മോഡൽ വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അറിയാം. ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്താ? ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ നിങ്ങൾക്ക് അറിയാം. 2He4 ഹീലിയം ന്യൂക്ലിയസ് ഈക്വലന്റ് ആണ് നമുക്ക് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോ ഇതിൽ എന്താ ചെയ്യുന്നത്? എ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഈസ് അലൗഡ് ടു ഫോൾ ഓൺ ദ തിൻ ഗോൾഡ് ഫോയിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഗോൾഡ് ഫോയിലേക്ക് നമ്മൾ ആൽഫ പാർട്ടിക്കിളിനെ നമ്മൾ പ്രൊജക്ട് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഡയഗ്രാം നമുക്കറിയാം. ഇവിടെ വളരെ കുറഞ്ഞ ആൽഫ പാർട്ടിക്കിൾസ് മാത്രമാണ് ലാർജ് ആംഗിൾ സ്കാറ്ററിംഗിന് വിധേയമായത്. കണ്ടോ? ലാർജ് ആംഗിൾ സ്കാറ്ററിംഗിന് വളരെ കുറഞ്ഞ ആൽഫ പാർട്ടിക്കിളെ വിധേയമായിട്ടുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. യാതൊരു ഡിഫ്ലക്ഷനും ഇല്ല, അല്ലെങ്കിൽ ചെറിയ ചില ഡിഫ്ലക്ഷൻ മാത്രം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ വളരെ കുറഞ്ഞ ആൽഫ പാർട്ടിക്കിൾസിന് മാത്രമാണ് ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് സംഭവിച്ചിട്ടുള്ളത്. റെഡി അല്ലേ? യെസ്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആശയമാണ്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ആൽഫ പാർട്ടിക്കിൾ വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആൽഫ പാർട്ടിക്കിൾസിന് എന്താ ഉള്ളത് നോക്കൂ. ആൽഫ പാർട്ടിക്കിൾസ് വരുമ്പോൾ ആൽഫ പാർട്ടിക്കിളിന് കൈനറ്റിക് എനർജി ഉള്ളത് ½ mv². ആ എനർജി കംപ്ലീറ്റ് ഈ ന്യൂക്ലിയസിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഇവിടുന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിൾ വെലോസിറ്റി കുറഞ്ഞു വന്ന് നോക്കൂ, ഇത് പോസിറ്റീവ് ചാർജ് ആണ്, വരുന്നതും പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിന് അപ്പുറത്തേക്ക് ഇതിന് പോകാൻ കഴിയില്ല, നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആയി, പിന്നെ അത് തിരിച്ചു പോവാണ് ചെയ്യുക. അപ്പൊ ഈ പോയിന്റിൽ എത്തുമ്പോൾ ഇനീഷ്യൽ ഉണ്ടായ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് എന്തായി? പൊട്ടൻഷ്യൽ എനർജി ആയി. അപ്പൊ ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? 1/4πε0. പിന്നെ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് 2e ഇൻറ്റു ന്യൂക്ലിയസിന്റെ ചാർജ് ZE ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് R0. അല്ലേ? Q1 Q2 ചാർജുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽസിന്റെ ഇക്വേഷൻ എന്താ? 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ ഇവിടെ ഇത് ഓർത്തു വെച്ചാൽ മതി. ഇനി R0 ആണ് നമ്മളെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. R0നെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക, ബാക്കിയുള്ളവരെ കംപ്ലീറ്റ് അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇക്വേഷൻ ആയി. അങ്ങനെയാണ് ഇത് ഓർത്തു വെക്കേണ്ടത്, അങ്ങനെയാണ് ഇത് പഠിച്ചു വെക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഈ ഇക്വേഷൻ നേരിട്ട് ബൈഹാർട്ട് ആക്കൽ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇതെന്താണ്? ½ mv² ഇങ്ങോട്ട് വരിക, പിന്നെ പുറത്ത് ആരായിരുന്നുണ്ടായിരുന്നത്? 2kZe² ഡിവൈഡഡ് ബൈ R0. അതിനെ റീഅറേഞ്ച് ചെയ്താണ്. നിങ്ങൾ ഈ ഫോം പഠിച്ചു വെക്കലേ ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ എന്തോർത്താൽ മതി? ഇനീഷ്യൽ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം കഴിഞ്ഞു. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് മനസ്സിലായി. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഇപ്പൊ നോക്കൂ, ഇയാളുടെ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞത് ആ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ. അപ്പൊ ആ ഡിറക്ഷൻ നമ്മൾ നോട്ട് ചെയ്തു. അത് ന്യൂക്ലിയസുമായിട്ടുണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടാ. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ന്യൂക്ലിയസുമായിട്ടുണ്ടാക്കുന്ന ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്.
the perpendicular distance of the initial velocity vector of the alpha particle from the center of the nucleus. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നോക്കൂ, ഇയാളുടെ ഇമ്പാക്ട് പാരാമീറ്റർ എന്താ? ഇത് നേരെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കൊണ്ട് അപ്പൊ ന്യൂക്ലിയസുമായിട്ട് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഇമ്പാക്ട് പാരാമീറ്റർ 0 ആണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഇത് ഇമ്പാക്ട് പാരാമീറ്റർ അത്യാവശ്യമുണ്ട് അല്ലെ? ഇമ്പാക്ട് പാരാമീറ്റർ അത്യാവശ്യമുണ്ട്. എന്നാൽ ഇതിന്റെ ഇമ്പാക്ട് പാരാമീറ്റർ ആണ്, നോക്കൂ, ഈ ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ ഇമ്പാക്ട് പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? ഇമ്പാക്ട് പാരാമീറ്ററിന്റെ ഇക്വേഷൻ നമുക്കിത് ബൈഹാർട്ട് ആക്കി വെക്കാൻ കുറച്ച് റിസ്ക് ആണ്. പക്ഷേ എനിക്ക് ഇതാണ് ഇക്വേഷൻ. നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് ഒന്നും നമുക്ക് പോകാനില്ല. 1/4πε0 z² cot θ/2 ഡിവൈഡ് ബൈ ½ mv². നിങ്ങൾക്ക് ഇതിലെ വേരിയബിൾ ആയിട്ടുള്ള ഒരു സാധനമുള്ള cot θ/2 അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ഇമ്പാക്ട് പാരാമീറ്റർ ബി പ്രൊപ്പോർഷണൽ ടു കോട്ട് θ/2 അത് നിങ്ങൾ ഓർക്കൽ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. അതെന്താ കാരണം എന്നറിയോ? ഇതെങ്ങനെ നമ്മൾ ചോദിക്കാം? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ, ഒരു പർട്ടിക്കുലർ സ്കാറ്ററിംഗ് ആംഗിളിൽ ഇമ്പാക്ട് പാരാമീറ്റർ എത്ര തരും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രിയിലെ അല്ലെ 60 ഡിഗ്രിയിലെ ഇമ്പാക്ട് പാരാമീറ്റർ നമുക്ക് ക്വസ്റ്റ്യൻ തന്നു. എന്നിട്ട് നമുക്ക് നമ്മളോട് ചോദിക്കുകയാണ് 90 ഡിഗ്രിയിലെ ഇമ്പാക്ട് പാരാമീറ്റർ എത്ര ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കൂ, ഇത് ഈ റിലേഷൻ മാത്രം അറിഞ്ഞാൽ മതി. മനസ്സിലായോ? കാരണം തീറ്റന്റെ വാല്യൂ ആണ് തന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്താം. അപ്പൊ അതുകൊണ്ട് ബി പ്രൊപ്പോർഷണൽ ടു കോട്ട് θ/2 അതിൽ കോംപ്രമൈസ് ഇല്ല കേട്ടോ. അതെല്ലാവരും പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ഓക്കെ, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വാട്ട് വിൽ ബി ദ കറക്റ്റ് ആംഗിൾ ഫോർ എ സ്കാറ്ററിംഗ് ഓഫ് ഇമ്പാക്ട് പാരാമീറ്റർ ബി = 0. ഇമ്പാക്ട് പാരാമീറ്റർ 0 ആകുന്നതായിരിക്കാം സ്കാറ്ററിംഗ് ആംഗിൾ 180 ഡിഗ്രി അല്ലേ? അവല്ലേ ഇമ്പാക്ട് പാരാമീറ്റർ 0 ആവുക? യെസ്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. An alpha nucleus of energy ½ mv² bombard a heavy nuclear target of charge Ze. Then distance of closest approach for the alpha nucleus will be proportional to. ഇപ്പൊ നമ്മൾ ജസ്റ്റ് കണ്ടില്ലടാ, എന്താ നമ്മൾ കണ്ടത്? യെസ്, ദിസ് ഈസ് ദ ഇക്വേഷൻ അല്ലേ? ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിനെ പറ്റിയാണ്. സോറി, ഇമ്പാക്ട് പാരാമീറ്റർ ചോദിച്ചല്ലേ? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ½ mv² ദാറ്റ് ഈസ് ഈക്വൽ ടു kZe² ഡിവൈഡഡ് ബൈ ഒരു 2 കൂടെ ഉണ്ട് ഡിവൈഡഡ് ബൈ R0. ഇതായിരുന്നല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ R0 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ½ mv² ഇവിടെ ഡിനോമിനേറ്ററിലല്ലേ വരിക. അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടുക? അവിടെ v² ആണോ? അല്ല, പിന്നെ ഏതാണ്? m അല്ലേ ഡിനോമിനേറ്ററിൽ വരിക. ദാറ്റ് ഈസ് 1/m എന്ന് നമുക്ക് കിട്ടും. 1/m. ഓക്കെ അല്ലേ? റെഡി. അടുത്തേക്ക് പോവാം. നൗ സി ഇഫ് ഈ ഒരു പോയിന്റ്, ഇത് നോക്കൂ, ഈ പോയിന്റ് നമ്മുടെ പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ, അതായത് ഈ വർഷം വന്ന NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ ഉള്ള NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യനിലാണ് ഈ പോയിന്റ് കിടക്കുന്നത് കേട്ടോ. ഇഫ് T is the thickness of the foil and n is the number of alpha particles scattered in a particular direction. എന്ന് വെച്ചാൽ നമുക്കറിയാം, പിന്നെ ഗോൾഡ് ഫോയിലാണല്ലോ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത്. അപ്പൊ അതിന്റെ ആ തിക്നെസ് T. അങ്ങനെ വരുന്ന സമയത്ത് ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാണ്. ഒരു പർട്ടിക്കുലർ ആംഗിളിൽ തീറ്റ ആംഗിളിൽ എത്ര ആൽഫ പാർട്ടിക്കിൾസ് ആണോ സ്കാറ്റർ ചെയ്തിട്ടുള്ളത്, ലെറ്റ് ഇറ്റ് ബി N1. ആ സമയത്ത് നമ്മൾ θ1 ആണ് നമ്മളിവിടെ T1 തിക്നെസ് ഉള്ള ഫോയിൽ യൂസ് ചെയ്തപ്പോൾ ഒരു θ1 ആംഗിളിൽ N1 θ1 ആക്കണ്ട, തീറ്റ ആംഗിളിൽ N1 ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ്, ഇതേ T1 പകരം അവിടെ T2 തിക്നെസ് ഉള്ള ഫോയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതേ ആംഗിളിൽ എത്ര ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യപ്പെടും? മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടോ. T1 തിക്നെസ് ഉള്ള ഫോയിൽ യൂസ് ചെയ്തു, ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു തീറ്റ സ്കാറ്ററിംഗ് ആംഗിളിൽ എത്ര ആൽഫ പാർട്ടിക്കിൾസ് ആണോ സ്കാറ്റർ ചെയ്തത് അത് N1 ആണെങ്കിൽ അതേ ആംഗിളിൽ T1 തിക്നെസ്സിന് പകരം ഒരു T2 തിക്നെസ് ഉള്ള പിന്നെ ഫോയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൽഫ പാർട്ടിക്കിൾസ് സെയിം ആംഗിളിൽ സ്കാറ്റർ ചെയ്യപ്പെടും? അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഇവിടെ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ തിക്നെസ്. അതാണ് പോയിന്റ്. അതാണ് n/t ഈക്വൽ ടു കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് n പ്രൊപ്പോർഷണൽ ടു t. Therefore you can say n1/n2 is equal to t1/t2. അപ്പൊ ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. അത് എവിടെ ഇല്ല, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കാണാൻ കഴിയില്ല. പക്ഷെ പഴയ നമ്മുടെ NCERT എക്സസൈസിലെ ക്വസ്റ്റ്യനിലുള്ള പോയിന്റ് ആണ്. റുദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ ലിമിറ്റേഷൻ നമുക്കറിയാം. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്താ? റുദർഫോർഡ് ഇതാ നോക്കൂ, ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാം, ഒരു ആക്സിലറേറ്റഡ് ചാർജർ പാർട്ടിക്കിൾ കണ്ടിന്യൂസ്ലി എന്ത് റേഡിയേറ്റ് ചെയ്യും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് റേഡിയേറ്റ് ചെയ്യും. അപ്പൊ ആ ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് റേഡിയേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ എനർജി ഇങ്ങനെ എനർജി കുറയുന്നതിനനുസരിച്ചിട്ട് അപ്പൊ അതിന്റെ റേഡിയസ് കുറഞ്ഞ് ഫൈനലി ന്യൂക്ലിയസുമായിട്ട് അത് കൊളാപ്സ് ആവണം. പക്ഷെ ആക്ച്വലി അങ്ങനെ കൊളാപ്സ് ആവുന്നുണ്ടോ? ഇല്ല. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? റുദർഫോർഡിന് കഴിഞ്ഞില്ല. റെഡി അല്ലേ? അതുപോലെ തന്നെ
an electron can revolve ഇന്ന ഓർബിറ്റിൽ മാത്രം റിവോൾവ് ചെയ്യാൻ പറ്റൂ എന്ന് ആര് പറയുന്നില്ല? റുദർഫോർഡ് പറയണില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിന് ഏത് ഓർബിറ്റും പോസിബിൾ ആണെന്നാണ് റുദർഫോർഡിന്റെ പിന്നെ മോഡലിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്പെക്ട്രം എടുത്ത് വരുമ്പോൾ കണ്ടിന്യൂസ് സ്പെക്ട്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈഡ്രജൻ പോലുള്ള ആറ്റത്തിൽ എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഡിസ്ക്രീറ്റ് സ്പെക്ട്രമാണ്, ലൈൻ സ്പെക്ട്രമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ആർക്ക് കഴിഞ്ഞിട്ടില്ല? റുദർഫോർഡിന് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇവിടെ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ സത്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആ. ഇത് എക്സാമിനും ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്ത് പോകാം. ദ സൈസ് ഓഫ് ദി ആറ്റം ഇൻ തോംസൺസ് മോഡൽ ഈസ് എന്താ പറയുക, നോ ഡിഫറൻറ്റ് ഫ്രം എന്നാണ്. ഈസ് നോ ഡിഫറൻറ്റ് ഫ്രം ദ അറ്റോമിക് സൈസ് ഇൻ റുദർഫോർഡ്സ് മോഡൽ. ഓക്കെ, അതായത് സൈസിനെ കുറിച്ചിട്ട് രണ്ടാളും തമ്മിൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ദെൻ അടുത്ത് നോക്കൂ, ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഡാഷ് ഇലക്ട്രോൺസ് ആർ ഇൻ ദ സ്റ്റേബിൾ ഇക്വിലിബ്രിയം വൈൽ ഡാഷ് ഇലക്ട്രോൺസ് ആൾവേസ് എക്സ്പീരിയൻസ് എ നെറ്റ് ഫോഴ്സ്. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് നോക്കൂ, തോംസൺ മോഡൽ ground state of Thomson model, electrons are always in stable equilibrium. While in Rutherford model, നോക്കൂ, while in Rutherford model, electrons always experience a net force. കാരണം എന്താ, പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസും നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് തമ്മിൽ എപ്പോഴും ഫോഴ്സ് ഉണ്ട്. അടുത്ത പോയിന്റ് നോക്കൂ, അടുത്തത് യെസ്, a classical atom based on okay, Rutherford model is doomed to collapse. ഓക്കെ, റുദർഫോർഡ് മോഡലിലല്ലേ അത് സംഭവിക്കുന്നത്? കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, റേഡിയേഷൻ, അങ്ങനെ ഓക്കെ പോസിബിലിറ്റി വരുന്നത്. ദെൻ നോക്കൂ, നെക്സ്റ്റ്, ആൻ ആറ്റം ഹാസ് നിയർലി കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എവിടെ? തോംസൺ മോഡലിൽ കണ്ടിന്യൂസ് ആണ്. എന്നാൽ ബട്ട് ഹാസ് ഹൈലി നോൺ യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ എവിടെയാണ്? റുദർഫോർഡ് മോഡലിൽ നമുക്ക് ക്ലിയർ അല്ലേ? മറ്റത് സീഡ്സ് ഇൻ വാട്ടർമെലൺ, പ്ലം പുഡിംഗ് മോഡൽ. ഓക്കെ, റെഡി. The positively charged part of the atom possess most of the mass. ഏതിലാണത്? റുദർഫോർഡ് മോഡലിൽ പോസിറ്റീവ്ലി ചാർജ് റുദർഫോർഡിൽ മാത്രമല്ല, അത് ശരിക്കും രണ്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. The positively charged part of the atom possess most of the mass in both the models. രണ്ട് മോഡലിലും മാസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഏതിൽ തന്നെയാണ്? പോസിറ്റീവ് ചാർജിൽ തന്നെയാണ്. ഓക്കെ, യെസ്. നോക്കൂ, ഇതേ ക്വസ്റ്റ്യൻ ആണ് എവിടെ ചോദിച്ചത്? ജെഇ മെയിൻസിൽ 2022 ചോദിച്ചത്. അതുകൊണ്ടല്ല നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത്, പകരം NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണത്? Suppose you are given a chance to repeat alpha particle scattering experiment using a thin sheet of solid hydrogen in place of gold foil. അപ്പോൾ ഹൈഡ്രജൻ ഇൻ സോളിഡ് ഈസ് എ സോളിഡ് അറ്റ് ടെമ്പറേച്ചർ ബിലോ 14 Kelvin. 14 Kelvinന് താഴെ ഹൈഡ്രജൻ എന്താ? ഹൈഡ്രജൻ ഒരു സോളിഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, സോളിഡ് ഹൈഡ്രജൻ കണ്ടിട്ട്. പക്ഷെ അപ്പോൾ എന്താ സംഭവിക്കുക നോക്കൂ, വരുന്ന ആളാരാ? ഹീലിയം ആരാ? ഹെവിയാണ്. 4 times മാസ് ഓഫ് ഹൈഡ്രജനായിട്ടാണ് അല്ലേ, അപ്രോക്സിമേറ്റ്ലി. അപ്പൊ നോക്കൂ, ഹൈഡ്രജന് പിന്നെ ഹീലിയം. അപ്പൊ ഹൈഡ്രജനിലേക്കാണ് ആര് വരുന്നത്? ഹീലിയം വരുന്നത്. അപ്പൊ നോക്കൂ, പിന്നെ ഹൈഡ്രജനിൽ അങ്ങനെ വന്നിട്ട് ഹൈഡ്രജനെ മുട്ടിയിട്ട് നേരെ തിരിച്ച് ഇയാൾ ഇങ്ങോട്ട് തന്നെ വരാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല. അപ്പൊ നോക്കൂ, ഹൈഡ്രജനെ തട്ടിത്തെറിപ്പിച്ച് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയേ ഉള്ളൂ, അല്ലാതെ തിരിച്ച് റീബൗണ്ട് ചെയ്ത് വരാനുള്ള സാധ്യത അവിടെ തീരെ ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല there will not be any chance of scattering at 180 degree എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. എന്താണത്? ബോർസ് തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ റുദർഫോർഡിന്റെ ഫെയിലിയർ ഒക്കെ കവർ ചെയ്യാൻ നമുക്ക് ബോർ വരുന്ന ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് എന്താണ്? സ്റ്റേഷനറി ഓർബിറ്റ്. റുദർഫോർഡ് പ്രകാരം ഏത് ഓർബിറ്റ് പറ്റുമായിരുന്നു, പക്ഷെ ബോർ പറയുന്നു അത് പറ്റൂല, സെർട്ടൺ ഓർബിറ്റ് മാത്രമേ പറ്റുള്ളൂ. അത് ബോർ പറയുന്നു അതിന് സ്റ്റേഷനറി എനർജി സ്റ്റേറ്റ്സ് എന്നാണ് ബോർ അതിന് പറഞ്ഞത്. കാരണം അതിലൂടെ ഒരു പ്രത്യേക എനർജി ഉള്ള ഇലക്ട്രോൺ ആണ് അതിലൂടെ ഇറങ്ങുക. ആ ഒരു ഓർബിറ്റിന് ഒരു പെർട്ടിക്കുലർ എനർജി പിന്നെ അസൈൻ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ആൻ ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം കുഡ് റിവോൾവ് in certain stable orbits without the emission of radiant energy contrary to the predictions of electromagnetic theory. അപ്പോൾ ഈ സ്റ്റേഷനറി സ്റ്റേറ്റിൽ കറങ്ങുന്ന സമയത്ത് പിന്നെ പ്രശ്നമില്ല. ഇത് പുതിയ ആശയമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴും ഇല്ലേ ഇലക്ട്രോൺ ഇങ്ങനെ റേഡിയേഷൻ നടക്കൂല? ഇല്ല. അപ്പോൾ പിന്നെ ബോർ ഇത് പുതിയ ഒരു അപ്രോച്ചാണ്, ഇത് ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ചാണ്, നേരത്തെ ക്ലാസിക്കൽ അപ്രോച്ചാണ്. അവിടെയുള്ള കേസല്ല ഇവിടെ. ദിസ് ഈസ് എ ഡിഫറെന്റ് അപ്രോച്ച്.
ഓക്കെ. അപ്പൊ സ്റ്റേഷനറി സ്റ്റേറ്റിൽ ഏതുപോലെ നിങ്ങൾക്ക് പിന്നെ അലോപ്പതിയിൽ പറയുന്നതിന് നേരെ വിപരീതമായ ചില കാര്യങ്ങളല്ലേ എവിടെ ഉണ്ടാവുക? ആയുർവേദത്തിൽ സംസാരിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. കാരണം അതിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, വിച്ച് ഈസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് നീറ്റ് എക്സാമിനേഷൻ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റേഷനറി ഓർബിറ്റ്സ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് പോർട്ട്ലി ഈച്ച് ആറ്റം ഹാസ് എ certain definite stable state in which it can exist, and each possible state has definite total energy. These are called stationary states of the atom. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാ പിന്നെ ഓർബിറ്റും പോസിബിൾ അല്ല, ചില പെർട്ടിക്കുലർ ഓർബിറ്റ് മാത്രമേ പോസിബിൾ ഉള്ളൂ. അതുപോലെ തന്നെ ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസേഷൻ. എന്താ സംഭവം? ഏത് ഓർബിറ്റിലാണോ ഒരു ഇലക്ട്രോണ് പിന്നെ ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാൻ പറ്റുക, ആ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആംഗുലാർ മൊമെന്റ് എന്തായിരിക്കണം? h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അപ്പോൾ നോക്കൂ, ദ ഇലക്ട്രോൺ റിവോൾവ്സ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ്സ് ഫോർ വിച്ച് ദ ആംഗുലാർ മൊമെന്റം ഈസ് സം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π where h is the Planck constant. അപ്പോൾ നോക്കൂ, ഈ പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. L is equal to h/2π into n. h/2π into n. h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്ത്? ആ ആംഗുലാർ മൊമെന്റം. ദിസ് ഈസ് ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസേഷൻ. അടുത്ത നോക്കാം നമ്മൾ ഫ്രീക്വൻസി കണ്ടീഷൻ. ഫ്രീക്വൻസി കണ്ടീഷൻ ഒന്നുമില്ല, കാരണം ഒരു ഇലക്ട്രോൺ ഒരു ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് E1 എനർജി സ്റ്റേറ്റിൽ നിന്ന് E2ലേക്ക് പോയി. എന്നിട്ട് E2ൽ നിന്ന് നോക്കൂ, ഇലക്ട്രോൺ നോക്കൂ താഴേക്ക് ഡിഎക്സൈറ്റ് ചെയ്യാണ്. ആ സമയത്ത് ഫോട്ടോൺ ഇമിറ്റ് ചെയ്യും. ആ ഫോട്ടോണിന്റെ എനർജി എന്ന് പറഞ്ഞത് ആ എനർജി സ്റ്റേറ്റിന്റെ ഡിഫറൻസ് ആയിരിക്കും, E2 മൈനസ് E1. ദിസ് ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ഫ്രീക്വൻസി കണ്ടീഷൻ. നോട്ട് ക്വാണ്ടൈസേഷൻ ബട്ട് ഫ്രീക്വൻസി കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ബോറിന്റെ പ്രധാനപ്പെട്ട പിന്നെ പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു ബോറിന്റെ പിന്നെ ഫ്രീക്വൻസി കണ്ടീഷൻ ഉണ്ടല്ലോ, ഫ്രീക്വൻസി ഡി ബ്രോയി അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്ത് എങ്ങനെ നോക്കൂ. ഡി ബ്രോയിസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോർ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. അപ്പൊ ഡി ബ്രോയ് 2πr = n ലാംഡ എന്നാ. എന്ന് വെച്ചാൽ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി. ഏതൊരു ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇതെന്താ? ഇത് 1 ലാംഡ, 2 ലാംഡ, 3 ലാംഡ, 4 ലാംഡ. അപ്പോ ഇവിടെ 2πr = 4 ലാംഡയാണത്. 2πr = 4 ലാംഡ. അപ്പോൾ വേർ ലാംഡ നമുക്ക് ഡി ബ്രോയ് വേവ് ലെങ്ത് ആണ്. ലാംഡ എന്ന് പറയുന്നത് h/p ആണ്. h/p അത് വെച്ചിട്ട് നമുക്ക് ഈ സിംപ്ലി അത് പ്രൂവ് ചെയ്യാം. ഞാൻ പ്രൂഫിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യെസ്, എന്താ പറഞ്ഞത്? ബോറ് ഏത് അലൗഡ് ഓർബിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓർബിറ്റിന്റെ സർക്കംഫറൻസ് n ടൈംസ് ലാംഡ ആയിരിക്കണം. n ടൈംസ് ലാംഡ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നേരത്തെ പറഞ്ഞെന്താ? L is equal to NH divided by 2π. ഇത് തന്നെയാണിത്. കാരണം എല്ലിന് എന്ത് ചെയ്തു? MVR എന്ന് കൊടുത്തതാ. MVR is equal to n into h divided by 2π. ക്ലിയർ ആയോ? ഓക്കെ, അതിൽ നോക്കൂ, പിന്നെ ലാംഡ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം h/p ആണ്. h/p. അപ്പൊ നോക്കൂ, ലാംഡനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി, അങ്ങനെയാണെങ്കിൽ 2π അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ 2π into r equal to h divided by mv എന്നല്ലേ വരിക? h/mv. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാ? n ലാംഡ. ഇതാണ് ഈ സാധനം. ഓക്കെ, അപ്പൊ പ്രൂഫ് പോയിട്ടോ. ഓക്കെ, റെഡി. യെസ്, നമുക്ക് അടുത്തേക്ക് പോവാം. ഇനി ബോർസ് തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം, റേഡിയൈ ഓഫ് പെർമിറ്റഡ് ഓർബിറ്റ്. മക്കളെ നിർബന്ധമായിട്ട് ഓർത്തു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും ചാൻസ് കൂടുതലുള്ള ഭാഗമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെരി കെയർഫുൾ. നമുക്ക് ന്യൂക്ലിയസ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ ആ റേഡിയസ് എത്ര ആയിരിക്കണം എന്ന്, റേഡിയസിന്റെ ആക്ച്വൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്നത് ഇതാണ്. ഇത് പക്ഷേ നിങ്ങൾക്ക് പലപ്പോഴും ഇത് ഓർക്കാൻ പ്രയാസമായിരിക്കും, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ എന്നിന്റെയും സെഡിന്റെയും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളത് നോക്കൂ, h², 4π² mke². ഇതൊക്കെ വാല്യൂ കോൺസ്റ്റന്റാ. m മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നോക്കൂ, r0 into n²/z. അപ്പൊ r0 എന്ന് പറഞ്ഞത് ആ കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 0.53 ആങ്സ്ട്രോം എന്ന് കിട്ടും. അപ്പോൾ മക്കള് ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, nth ഓർബിറ്റിലുള്ള റേഡിയസ് പ്രൊപ്പോർഷണൽ ടു n² divided by z. ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ അതിന്. ഇത് നിങ്ങൾക്ക് ബൈഹാർട്ട് ആവല് നിർബന്ധമാണ്. മുമ്പിൽ എവിടെയെങ്കിലും എപ്പോഴും കാണുന്ന രൂപത്തിൽ
രൂപത്തിൽ ഡെയിലി കാണുന്ന രൂപത്തിൽ നോട്ട് ചെയ്ത് വെച്ചോ. കാരണം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ഹൈഡ്രജന്റെ കേസ് ആകുമ്പോൾ സെഡിന്റെ വാല്യൂ 1 ആണ്. പക്ഷെ ഹൈഡ്രജൻ മാത്രമല്ല, ഹൈഡ്രജന് പിന്നെ He+, ലിഥിയം 2+, ഇതൊക്കെ വരും. അപ്പൊ സെഡ് നമുക്കത് ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രജന്റെ മാത്രം പഠിച്ചാൽ പോരാ, Rn പ്രൊപ്പോർഷണൽ ടു n²/z എന്ന് ഓർത്ത് വെക്കുക. പ്രോബ്ലം ഒക്കെ ന്യൂമറിക്കൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 0.53 ആങ്സ്ട്രോം ഇതും നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഫസ്റ്റ് ഓർബിറ്റിന്റെ, കാരണം ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ N1 Z1. റെഡി? അപ്പൊ 0.53 ആങ്സ്ട്രോം എന്ന് പറഞ്ഞത് ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾ വിട്ടുപോകരുത്. അപ്പൊ n²/z കേട്ടോ. റേഡിയസ് ഓഫ് ഫസ്റ്റ് ബോർ റേഡിയസ് ആണ്. ദെൻ റേഡിയസ് ഓഫ് സെക്കൻഡ് ഓർബിറ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ ആണ് ഉദ്ദേശിച്ചത്. ദാറ്റ് മീൻസ് R1 is equal to, അതായത് നമ്മുടെ കയ്യിലുള്ളതാണ് Rn പ്രൊപ്പോർഷണൽ ടു n²/z ആണ്. അപ്പൊ z ഇവിടെ നമുക്ക് 1 എടുത്തു. അല്ലെങ്കിൽ ആർക്കാണോ Z, ഇപ്പൊ ഹീലിയത്തിന്റെ ആണെങ്കിൽ പിന്നെ ഹീലിയത്തിന്റെ സെക്കൻഡ് ഓർബിറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് Z നമ്മുടെ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പോൾ R2 is equal to എന്താ കിട്ടുക? n² എത്ര? 2. അപ്പൊ 4R എന്ന് നിങ്ങൾക്ക് കിട്ടും. R is equal to 4R. സിമ്പിൾ കാര്യം. റെഡി? അടുത്ത് നോക്ക്. റേഷ്യോ ഓഫ് റേഡിയോ ഓഫ് ഹൈഡ്രജൻ ആറ്റം in n is equal to 2 to n is equal to 3 orbits. n is equal to 2 to n is equal to 3 orbits. അപ്പോൾ again Rn proportional to n²/z. ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതട്ടോ. അങ്ങനെ നിങ്ങളത് മനസ്സിൽ ഇങ്ങനെ പറയുക. എത്ര പഠിച്ചാലും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മറന്നുപോകാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ ശ്രദ്ധിക്കുക. അപ്പൊ Rn proportional to n²z. അപ്പൊ നമുക്കിവിടെ എന്താ ചോദ്യം? R2 divided by R3 ആണ് ചോദ്യം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2² divided by 3² ആണ്. 3². ദാറ്റ് ഈസ് ഈക്വൽ ടു 4 divided by 9 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഓക്കെ അല്ലേ? റെഡിയാണല്ലോ? യെസ്. നോക്കൂ, അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഓർബിറ്റൽ സ്പീഡ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ റേഡിയസിന്റെ നമ്മൾ കണ്ടു n²/z ആണ്. ഇനി നോക്കൂ, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ്. അപ്പൊ പ്രോബ്ലം ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആ. C/137 into Z/n. ഈ 1/137 എന്ന് പറയുന്നത് 1/137 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആൽഫ ആൻഡ് ഈസ് കോൾഡ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് കേട്ടോ. ആൽഫ 1/137 അതാണത്. ഓക്കെ, വിട്ടളാം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര ആശ്വാസമാണ് നമുക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് Vn പ്രൊപ്പോർഷണൽ ടു Z/n. Vn പ്രൊപ്പോർഷണൽ ടു, നേരത്തെ Rn പ്രൊപ്പോർഷണൽ ടു n²/z കിട്ടിയത്. ഇവിടെ Vn പ്രൊപ്പോർഷണൽ ടു Z/n. മനസ്സിലാക്കുക. അത് മറന്നുപോയത് ഞാൻ വീണ്ടും പറയുന്നു. ഇത് പ്രത്യേകം നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഡെയിലി കാണേണ്ട കാര്യമാണ്. മറന്നു പോകരുത്. കാരണം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മെജോറിറ്റി ടൈമിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരാറുള്ളത്. അത് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നോക്കൂ, ടൈം പീരീഡ്. ഇനി എനിക്ക് പറയാനുള്ളത് ആ 2 കാര്യവും നിങ്ങൾ കൃത്യമായിട്ട് ബൈഹാർട്ട് ആക്കി വെക്കുക. ഇതൊന്നും ബൈഹാർട്ട് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വിത്തിൻ നോ ടൈം നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം നോക്കൂ, സർക്കുലർ പാത്തിൽ കറങ്ങാണ്. അപ്പൊ അതിന്റെ ടൈം പീരീഡ് ആണ് ചോദ്യം. നിങ്ങൾക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ എനിക്കത് ബൈഹാർട്ട് അല്ല. ഞാനിത് എങ്ങനെ നോക്കൂ, വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ നമുക്ക്. വി എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. അതുപോലെ എത്ര? 2πr ഡിവൈഡഡ് ബൈ ടി. ക്ലിയർ അല്ലേ? അപ്പൊ ടി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ടി പ്രൊപ്പോർഷണൽ ടു ആർ ബൈ വി എന്ന് കിട്ടും. R/V. ഇനി നോക്കൂ, ആറിന്റെ റിലേഷൻ പറയാം, വിന്റെ റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആറിന്റെ റിലേഷൻ എന്താ നോക്കൂ. അപ്പൊ ടി ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ടി പ്രൊപ്പോർഷണൽ ടു ആറിന്റെ എന്താണ്? ആറിൻ്റെത് n² ഡിവൈഡഡ് ബൈ z ഇൻറ്റു ഇതെന്താ? ഇത് z/n. അപ്പൊ ടി പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്താ കിട്ടുക? n³ ഡിവൈഡഡ് ബൈ z. ഞാൻ ഇങ്ങനെ ഇത് ഉണ്ടാക്കുക. ഇത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് 5 സെക്കൻഡ് വേണ്ട. കാരണം നിങ്ങൾ റേഡിയസിന്റെയും വെലോസിറ്റിന്റെയും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇതൊരു വിഷയമുള്ള കാര്യമില്ല. അത് രണ്ടും നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഒരു കുട്ടിക്ക് ഇത് നേരെ ബൈഹാർട്ട് ആണെങ്കിൽ ദാറ്റ്സ് ഗുഡ്, ഫൈൻ. അതിന് ബൈഹാർട്ട് ആയാൽ അത് ഡിലീറ്റ് ചെയ്യൊന്നും വേണ്ട. ഓക്കെ, അവിടെ ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബൈഹാർട്ട് അല്ലെങ്കിലും വിത്തിൻ നോ ടൈം നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഓക്കെ, ഇനി നോക്കും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഇത് ശരിക്കും നമ്മൾ പിന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന. കാരണം ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ ഈ ഇക്വേഷനോട് പഠിച്ച E/2m × L. ഓക്കെ, എന്നിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇതിന് ഏറ്റവും പ്രസക്തി നോക്കൂ. ഇതിനാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പ്രൊപ്പോർഷണൽ ടു n. ഇതാണ് നമ്മുടെ പോയിന്റ് കേട്ടോ. നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ അതാണ്.
എം ഈസ് മിനിമം വെൻ എൻ ഈസ് ഈക്വൽ ടു 1. റെഡി? അതെത്രയാണ്? അത് ഇതാണ് EH ഡിവൈഡ് ബൈ 4πm. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. ദാറ്റ് ഈസ് ബോർ മാഗ്നറ്റോൺ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ: ഇഫ് ലെറ്റ് L1 L2 be the orbital angular momentum of an electron in the first and second excited state of hydrogen atom respectively according to Bohr's model. L1 is to L2 എന്താണെന്നാണ് ചോദ്യം. നോക്കൂ, L is equal to N into H by 2π. അപ്പൊ ഒന്നും നോക്കാനില്ല. L1 ഡിവൈഡഡ് ബൈ L2 എന്ന് പറഞ്ഞാൽ ആരാ? N1 ഡിവൈഡഡ് ബൈ N2 ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ N1 ആരാ? 2 ആണ്. N2 ആരാണ്? 3 ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ N is equal to 2 അല്ല, N is equal to 3 ആണ്. അപ്പൊ എന്താ കിട്ടുക? 2:3 എന്ന് നമുക്ക് അവിടെ കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്. Now energy of an electron, again very very important. നോക്കൂ, kinetic energy of electron എന്താ? ഇത് half kZe²/r. half kZe². ഇത് ആ ഒരു സ്റ്റൈലിൽ നിങ്ങൾ പഠിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്യുക? ഇത് ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ എനർജി ഓഫ് സാറ്റലൈറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. എനർജി ഓഫ് സാറ്റലൈറ്റ്, അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാം. സെയിം പാറ്റേൺ ആണ്. ഇപ്പൊ തന്നെ അവിടെ പോയിട്ട് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ രണ്ടും സെയിം ആണ്. half kZe²/r. പൊട്ടൻഷ്യൽ എനർജി എന്താ? മൈനസ് ഫുൾ kZe²/r. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ എനർജി കിട്ടി. അതെത്ര? -half kZe²/r. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ വാല്യൂ കിട്ടിയാൽ ബാക്കി നമുക്ക് ഉണ്ടാക്കാം. കൈനറ്റിക് എനർജി ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ടോട്ടൽ എനർജി കിട്ടി. ടോട്ടൽ എനർജിയാണ് ക്വസ്റ്റിൽ തന്നെങ്കിൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടി. മനസ്സിലായല്ലോ? ഓക്കെ, ആ ഒരു റിലേഷൻ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? ക്ലിയർ. ഇനി എനർജി ഓഫ് ദ ഇലക്ട്രോണിന്റെ ആ എക്സാക്ട് വാല്യൂയിലേക്ക്, കാരണം കെയും E² എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം നമുക്ക് എന്താണ് കിട്ടുക? ആറിന്റെ വാല്യൂ നമുക്കറിയാം, ആറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോക്കൂ, ഇത് കുറച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇതിൽ ഓർത്തു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഇതിൽ കോംപ്രമൈസ് ഇല്ല. -13.6 Z²/n² ഇലക്ട്രോൺ വോൾട്ട്. ഇത് പലപ്പോഴും ആളുകൾ ഈ Z പറയാതെ പോകും. കാരണം മിക്ക സമയത്തും നമ്മൾ ഹൈഡ്രജനെ ഡീൽ ചെയ്യുക. ഹൈഡ്രജൻ ആകുമ്പോൾ Z is equal to 1 ആണ്. പക്ഷെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം, -13.6 Z²/n² എന്ന് തന്നെ പറഞ്ഞ് ശീലിക്കുക. അത്രയും ഇലക്ട്രോൺ വോൾട്ട്. കാരണം ഹൈഡ്രജൻ മാത്രമല്ല, ഹീലിയം, ലിഥിയം ഒക്കെ നമുക്ക് വരാനുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം പരിഗണിക്കാം. Z² കൂടെ പറഞ്ഞ് തന്നെ പോകണം കേട്ടോ. അപ്പോൾ EN പ്രൊപ്പോർഷണൽ ടു Z² ഡിവൈഡഡ് ബൈ n². ആദ്യത്തെ കാര്യം. ഇനി ഹൈഡ്രജൻ ആകുമ്പോൾ Z1, ഫസ്റ്റ് ഓർബിറ്റ് ആകുമ്പോൾ N ഉം 1. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി എത്ര? -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനർജി പ്രൊപ്പോർഷണൽ ടു M. കാരണം ഒരു ക്വസ്റ്റ്യൻ പിന്നെ അത്ര കോമൺ ഒന്നുമല്ല, എന്നാലും പല സന്ദർഭത്തിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ അറിയോ? ഇലക്ട്രോണിന് പകരം ഇലക്ട്രോണിന്റെ ഡബിൾ മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ ബാക്കിയൊക്കെ സെയിം, അല്ലെങ്കിൽ ഇലക്ട്രോണിന് പകരം ഇലക്ട്രോണിന്റെ ഹാഫ് മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആണ് കറങ്ങുന്നതെങ്കിൽ എന്ന ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. ആ ഘട്ടത്തിൽ നമുക്ക് എന്തും കൂടി നമുക്ക് ആവശ്യമായിട്ട് വരും. നോക്കൂ, E പ്രൊപ്പോർഷണൽ ടു M എന്ന ഒരു പോയിന്റ് കൂടെ, അതായത് EN പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ദ ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആകുമ്പോൾ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഇലക്ട്രോൺ അല്ലാതെ അതേ ക്യാരക്ടർ ഉള്ള വേറൊരാൾ വരികയാണ്, മാസ് പകുതിയുള്ള 2 ടൈംസ് ഉള്ള 3 ടൈംസ് ഉള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റ് കൂടെ അതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ലെറ്റ് T1 and T2 ബി ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ നേരത്തെ പോലെ തന്നെ കേട്ടോ, ഇവിടെയും ശ്രദ്ധിക്കണം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത് ഓഫ് ഹൈഡ്രജൻ ആറ്റം റെസ്പെക്റ്റീവ്ലി അക്കോർഡിംഗ് ടു ബോർ മോഡൽ. എനർജി ആണ് കേട്ടോ. T1 T2 ഇവിടെ ടൈം പീരീഡ് അല്ല, എനർജി ആയിട്ടാണ് തന്നത്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ബോർ മോഡൽ ഓഫ് ആറ്റം റേഷ്യോ ഓഫ് T1 is to T2. അപ്പോൾ T1 ഡിവൈഡഡ് ബൈ T2 എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത് നേരത്തെ? EN is equal to -13.6 Z² ഡിവൈഡഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് കൺസേൺ ആവണ്ട. അപ്പോൾ 1/N1 എന്ന് പറയുന്നത് 2 ആണ്, N2 എന്ന് പറയുന്നത് അത് 3 ആണ്. അപ്പോൾ 1/2² ഇൻറ്റു 1/3². 9:4 ആൻസർ ഉണ്ടോ? യെസ്, 9:4. എനർജി ലെവൽസ്
ഇനി ഇതിലെ മറ്റൊരു ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത് എനർജി ലെവൽസ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ ലെവൽ നമുക്കറിയാം En is equal to -13.6 Z² divided by n square ഇലക്ട്രോൺ വോൾട്ട്. നോക്കൂ, ഫോർ ഹൈഡ്രജൻ ആറ്റം En is equal to -13.6 divided by n² ഇലക്ട്രോൺ വോൾട്ട്. n² ഇലക്ട്രോൺ വോൾട്ട് റെഡി. അപ്പോൾ എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ -13.6 ഇലക്ട്രോൺ വോൾട്ട്, എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാൽ -3.4 ഇലക്ട്രോൺ വോൾട്ട്, എന്നിന് 3 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന. പക്ഷെ ഇതുവരെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. n is equal to 1 -13.6 -3.4 -1.51 -0.85 പിന്നെ n is equal to ഇൻഫിനിറ്റി, അത് 0. അതായത് എനർജി കൂടി 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 0യിലേക്ക് എത്തുന്നു. കാരണം നെഗറ്റീവ് വരുന്നത്. ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. യെസ്. നൗ ഹൈഡ്രജൻ സ്പെക്ട്രം നമുക്കറിയാം. എമിഷൻ സ്പെക്ട്രം, അബ്സോർപ്ഷൻ സ്പെക്ട്രം നമുക്കുണ്ട്. കാര്യമായിട്ട് നമ്മൾ എമിഷൻ സ്പെക്ട്രത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനെ കംപ്ലീറ്റ് നമുക്ക് ആ റെഡ്ബർഗ് ഫോർമുല വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ റെഡ്ബർഗ് ഫോർമുല നോക്കൂ, ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ which is equal to r into 1/n1² minus 1/n2². ശരിക്ക് ഈ r മാത്രം പഠിച്ചാൽ പോരാ, ആറിന്റെ കൂടെ ആരുണ്ട്? Z² ഉണ്ട്. ആറിന്റെ കൂടെ Z² ഉണ്ട്. അത് പലതിലും നമ്മൾ പെട്ടു, ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ RZ². ഓക്കെ, കാരണം ഹൈഡ്രജൻ ആകുമ്പോൾ ആരില്ല, പിന്നെ Z1 ആണ്. അപ്പോൾ അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ പലപ്പോഴും ക്വസ്റ്റ്യനിൽ നമ്മളോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങൾ പരിഗണിക്കാതെ പോകരുത്. എപ്പോഴും നിങ്ങളുടെ സജീവ പരിഗണനയിൽ അത് ഉണ്ടാവേണ്ടതുണ്ട്. മോറോവർ ആരാ റെഡ്ബർഗ് കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും. നോക്കൂ, ഇതിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ വാല്യൂ തരിക. 1/r എന്ന് പറഞ്ഞത് 91 നാനോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് ക്രോസ് മൾട്ടിപ്പിൾ ഒക്കെ ചെയ്തിട്ട് ഒരു 91 ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അല്ലെങ്കിൽ 1/91 ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സൗകര്യമായിരിക്കും അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആണ്. ഇതും നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രദ്ധിക്കുക. നൗ ഹൈഡ്രജന്റെ നോക്കൂ സ്പെക്ട്രൽ സീരീസ് നമുക്കറിയാം. n is equal to 1ലേക്ക് ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് വരികയാണെങ്കിൽ n is equal to 2, n is equal to 3, 4, 5, 6 ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാമാൻ സീരീസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ n is equal to 2ലേക്കാണ് വരുന്നതെങ്കിലോ ഫ്രം n2 എന്ന് പറഞ്ഞത് അവിടെ 3, 4, 5, 6 എക്സെട്ര അങ്ങനെയാണെങ്കിൽ അത് ബാമർ സീരീസ്, ദെൻ പാഷൻ സീരീസ്, ബ്രാക്കറ്റ്, ഫണ്ട് സീരീസ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കൂ, നമ്മൾ മൈൻഡ് മാപ്പിലൊക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു ടേബിൾ ലാമാൻ സീരീസ് നോക്കൂ. ലാമാൻ സീരീസ് എന്ന് പറഞ്ഞാൽ റെഡ്ബർഗ് ഫോർമുലയായിട്ട് കണക്ട് ചെയ്യുക. 1/λ is equal to RZ² into 1. അപ്പോൾ Z ഹൈഡ്രജൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ Z ആവശ്യമില്ല. R into 1/n1² minus 1/n2². ലാമാൻ ആവുമ്പോൾ n1 എന്ന് പറഞ്ഞത് 1, n2 വരാ 2 ആവാം, 3 ആവാം, 4 ആവാം, പിന്നെയുണ്ട് 5, 6, 7 അങ്ങനെ ആരും ആവാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ എന്താ? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്തും അതിന്റെ റേഷ്യോ ഇതാണ് ചോദിക്കല്. അത് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത സ്ലൈഡിൽ. ഓക്കെ, അത് നമുക്ക് പറഞ്ഞു വരാം അല്ലെങ്കിൽ അല്ലേ. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എപ്പോഴാണ് കിട്ടുക? ലാംഡ മിനിമം. ലാംഡ മിൻ ഈസ് ഈക്വൽ ടു HC ഡിവൈഡഡ് ബൈ ലാംഡ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ പറയുക? എനർജി കൂടുന്ന സമയത്താണ് വേവ് ലെങ്ത് കുറയാം. എനർജി കൂടുതൽ എപ്പോഴാണ്? നോക്കൂ, ഏറ്റവും n is equal to 1 -13.6 n is equal to 2 നിങ്ങൾക്ക് -3.4 ആണ്. n equal to ഇൻഫിനിറ്റിയിലോ അവിടെ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഡിഫറൻസ് എടുക്കുമ്പോൾ ഏറ്റവും എനർജി കൂടുതൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ട്രാൻസിഷനിലല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എനർജി ഏറ്റവും കൂടുതലാണ്. ഈ കേസിലായിരിക്കും നിങ്ങൾക്ക് ലാംഡ ഏറ്റവും കുറവ് കിട്ടുക. അതുകൊണ്ട് ഈ മാത്സ് എന്താണ്? ലാസ്റ്റ് ലൈൻ, അതിനാണ് ലിമിറ്റിംഗ് ലൈൻ, സീരീസ് ലിമിറ്റ് എന്നൊക്കെ പറയാം. നോക്കൂ, ഞാൻ മുകളിൽ കൊടുത്തത് സീരീസ് ലിമിറ്റ് എന്നാണ്. അപ്പൊ ലാംഡ മാക്സ്, ലാംഡ മിൻ, സീരീസ് ലിമിറ്റ്. അപ്പോൾ ഇത് ലിമിറ്റിംഗ് ലൈൻ ആണ്, ലാസ്റ്റ് ലൈൻ. അതായത് n is equal to 1ലേക്ക് നോക്കൂ, ഇവിടുന്ന് വരാം, അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ലൈൻ അതാണ് സീരീസ് ലിമിറ്റ്. ആ സീരീസ് ലിമിറ്റിലെ എനർജി ഏറ്റവും കൂടുതലാണ്. കാരണം എന്താ? -13.6 അതാണ് മാക്സിമം. ആ സമയത്ത് ലാംഡ മിനിമം ആയിരിക്കും. അപ്പൊ ലാംഡ മിനിമം ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? n²/r. അതിന് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കണമെന്നൊന്നുമില്ല. അപ്പോൾ 1/λ min is equal to നിങ്ങൾക്ക് എന്താ കിട്ടുക? R into
1/1 സ്ക്വയർ മൈനസ് 1/∞ സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് ലാംഡ മീൻ എന്ത് കിട്ടും? ലാംഡ മീൻ what you will get, that is r divided by, ഇത് പിന്നെ ഈ കേസിൽ മാത്രമല്ലല്ലോ, ഇവിടെ n കൊടുക്കാം. കാരണം ലൈമാൻഡ് ആണെങ്കിൽ എനിക്കിവിടെ ഞാൻ 1 കൊടുക്കുന്നു, ലൈമാൻ ആണെങ്കിൽ 1 കൊടുക്കുന്നു, ബാമർ ആണെങ്കിൽ ഇവിടെ 2 അല്ലേ വരിക. അപ്പൊ ഇൻ ജനറൽ ഞാൻ അവിടെ n എഴുതുന്നു, ജനറൽ n എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ ഡിവൈഡഡ് ബൈ r എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ നിങ്ങൾക്ക് ബൈഹാർട്ട് ആക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. റെഡി? അതുപോലെ തന്നെ ഏറ്റവും തൊട്ടടുത്തുള്ളതിലായിരിക്കും നിങ്ങൾക്ക് ലാംഡ മാക്സിമം കിട്ടുക, ലാംഡ മാക്സിമം. അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അത് ഓർത്ത് വെക്കാം. ഫസ്റ്റ് ലൈനിന് കറസ്പോണ്ടിങ് ആയിരിക്കും ലാംഡ മാക്സിമം. അപ്പൊ n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 ഇൻറ്റു r. ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഇല്ലെങ്കിൽ ഒരു ടെൻഷനും ആവണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1/λ max that is equal to r into 1/n square minus 1/n plus 1 the whole square. Finished. ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ബൈഹാർട്ട് ആക്കുന്നതിനേക്കാളും സൗകര്യം ആ റെഡ്ബർഗ് ഫോർമുലയെ തൊട്ടടുത്ത ആള് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കില്ലേ? നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയി തോന്നുന്നത് നിങ്ങൾക്ക് ആ രൂപത്തിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുള്ള റിസൾട്ടുകളാണ് നോക്കൂ ഇവിടെ കൊടുത്ത്. അപ്പൊ ചിലർ ഇത് തന്നെ ബൈഹാർട്ട് ആക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് ബൈഹാർട്ട് ആണെങ്കിൽ നോ പ്രോബ്ലം. യെസ്, അപ്പൊ ലൈമാനിൽ നോക്കൂ, ലാംഡ മാക്സ് എന്താ? 4/3r, ലാംഡ മീൻ 1/r. അപ്പോൾ ഈ ഒരു ടേബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ നോക്കാം, അല്ലാത്തവർ ചെയ്തിട്ട് ഇത് തന്നെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഓരോ സീരീസിലും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന് ലാമാനിൽ ആരാണ്? അൾട്രാ വയലറ്റ് ആണ്. ബാമ സീരീസ് അത് നമ്മളെ സീരീസ് ആണ്, വിസിബിൾ ലൈറ്റ്. ബാക്കിയൊക്കെ ആരാ? ഇൻഫ്രാറെഡ് ആണ്. അപ്പൊ നിയർ ഇൻഫ്രാറെഡ്, മിഡിൽ ഇൻഫ്രാറെഡ്, ഫാർ ഇൻഫ്രാറെഡ്. അപ്പൊ നിങ്ങൾ ഇൻഫ്രാറെഡ് എന്ന് ഇൻ ജനറൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. എത്ര സ്പെക്ട്രൽ ലൈൻസ് പോസിബിൾ ആണ്? നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസിന്റെ പോസിബിലിറ്റി ഇത് റയർലി ആണ് നമുക്ക് ഇത് ആവശ്യം വരുള്ളൂ. മിക്ക സമയത്തും ഇത് തന്നെ മതിയാകും. ഇതാണ് ഏറ്റവും ജനറൽ ഇക്വേഷൻ. കാരണം ഒരു ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഒരു ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻസ് നടക്കുമ്പോൾ എത്ര പോസിബിൾ ട്രാൻസിഷൻസ് അവിടെ പോസിബിൾ ആണ്? അപ്പോൾ n2 മൈനസ് n1 ഓക്കെ ഇൻറ്റു n2 മൈനസ് n1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ആക്ച്വൽ ഇക്വേഷൻ. ഇത് മിക്ക സമയത്ത് നമുക്ക് ആവശ്യം വരില്ല, മിക്ക സമയത്ത് ഇത് മതിയാവും. ഇതെന്താ സംഭവം എന്നറിയോ? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് അപ്പോൾ n1 1 ആക്കി എടുത്ത്, അപ്പൊ ഈ ഇക്വേഷനിൽ n1 1 ആക്കി എടുക്കുക, n2 n ആക്കി എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടും n ഇൻറ്റു n-1 ഡിവൈഡ് ബൈ 2. പക്ഷെ ഇതെപ്പോഴാണ് പറ്റുക? ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ആകുമ്പോഴാണ് ഇത് പറ്റുക. അല്ലാത്ത കേസിൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. n2 മൈനസ് n1 ഇൻറ്റു n2 മൈനസ് n1 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നോക്കൂ, എക്സൈറ്റേഷൻ എനർജി. എക്സൈറ്റേഷൻ എനർജിന്റെ എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് എക്സൈറ്റേഷൻ എനർജി എന്ന് പറഞ്ഞാൽ E2 മൈനസ് E1 ആണ്. E2 എന്ന് പറഞ്ഞാൽ മൈനസ് 3.4, E1 മൈനസ് 13.6. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടുക? ഫസ്റ്റ് എക്സൈറ്റേഷൻ എനർജി എന്ന് പറഞ്ഞാൽ 10.2 എന്ന് വെച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ എത്ര കൊടുക്കണം? 10.2 ഇലക്ട്രോൺ വോൾട്ട് കിട്ടണം. സെക്കൻഡ് എക്സൈറ്റേഷൻ എനർജി അപ്പൊ E3 മൈനസ് E1. ഓക്കെ, അത് എത്രയാണ്? 12.09. ഓക്കെ, ഇനി അയണൈസേഷൻ എനർജി എന്താ? അയണൈസ് ചെയ്യുന്ന ഇലക്ട്രോണിനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് n= ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കുക. അപ്പൊ എന്താ കിട്ടുക? ഈ ഇൻഫിനിറ്റി മൈനസ് E1. അപ്പൊ 0 മൈനസ് 13.6. അപ്പൊ എത്ര കിട്ടുക? 13.6 ഇലക്ട്രോൺ വോൾട്ട്. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ എത്ര എനർജി ഉണ്ട്? മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്. അപ്പൊ അത്ര തന്നെ പോസിറ്റീവ് അതിലേക്ക് കൊടുത്താൽ അത് എത്രയായി? എനർജി 0 ആയി. എന്ന് വെച്ചാൽ എവിടെ എത്തി? n= ഇൻഫിനിറ്റിയിലേക്ക് എത്തി കിട്ടും. ക്ലിയർ? ഇനി എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ അത്രയും വോൾട്ട് കൊടുത്താൽ 10.2 വോൾട്ട്. ഫസ്റ്റ് എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ 10.2 വോൾട്ട്, സെക്കൻഡ് എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ 12.09 വോൾട്ട്. അതുപോലെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നോക്കൂ, അഗൈൻ NCERT ക്വസ്റ്റൻ ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം -13.6 ഇലക്ട്രോൺ വോൾട്ട്. കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി
ഇൻ ദി സ്റ്റേറ്റ്. വളരെ സിമ്പിൾ കാര്യം അല്ലേ. അപ്പോൾ എനർജി, ടോട്ടൽ എനർജി 13.6. അപ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി എത്രയാണ്? കൈനറ്റിക് എനർജി അത്ര തന്നെ നെഗറ്റീവ് എന്ന് വെച്ചാൽ 13.6. അപ്പോൾ തന്നെ ആൻസർ ആയി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്റർ 1 വെച്ചാൽ 2 എന്ന് വെച്ചാൽ എന്താ, ഫിസിക്സിലുണ്ട്, നമുക്ക് കെമിസ്ട്രിയിലും ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.